സ്വാമി സൂര്യ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും, എല്ലാ പ്രേക്ഷകരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നു മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ലളിതാ സഹസ്രനാമം ലെസൺസാണ്. ഈ ലളിതാ സഹസ്രനാമം അറിയാത്തവർക്ക് വേണ്ടി അവർക്കത് ഹൃദിസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അത് അറിയുന്നവർക്ക് കൂടുതൽ ഇതുമായി പരിചയപ്പെടുവാനും ഇത് സാധിക്കും. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണത്. അത് കണ്ടാൽ മനസ്സിലാവും, എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. ലളിതാ സഹസ്രനാമം എഴുതിയത്, രചിച്ചത് ഇത് മനുഷ്യനിർമ്മിതമല്ല, ദേവിമാരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതായത് ലളിത ത്രിപുരസുന്ദരി ദേവിയുടെ അനുയായികളായ വശിന്യാദി വാഗ്ദേവതമാർ, 8 പേര് വശിന്യാദി വാഗ്ദേവതമാർ, അവരാണ് ഈ ലളിതാ സഹസ്രനാമം രചിച്ചത്. അത് നമുക്ക് വേണ്ടി തന്നത് ഹയഗ്രീവ മഹർഷിയും അഗസ്ത്യ മഹർഷിയും. ഇവർ തമ്മിലുള്ള സംവാദത്തിലൂടെ ലളിതാ സഹസ്രനാമം മാനവരാശിക്ക് എത്തിച്ചേർന്നു. അതിപാവനമായ, പവിത്രമായ, നമ്മുടെ ജീവിതത്തെ, ശൈലിയെ തന്നെ മാറ്റുവാൻ പര്യാപ്തമായ ഒരു മഹാമന്ത്രമാണ് ലളിതാ സഹസ്രനാമം. ഇത് 1000 നാമങ്ങളുണ്ട്. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോ 1 മുതൽ കൊടുക്കാൻ പോകുന്ന, ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാൻ പോകുന്ന ഓരോ വീഡിയോയിലും 16 അക്ഷരങ്ങളുള്ള നാമങ്ങളായിരിക്കും. ചില 16 അക്ഷരങ്ങളിൽ 3 മന്ത്രങ്ങളുണ്ടാവും, ചിലതിൽ 4 മന്ത്രങ്ങളുണ്ടാവും, ചിലതിൽ 2 നാമങ്ങളുണ്ടാവും, ചിലതിൽ ഒരു നാമമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ആദ്യത്തെ 3 നാമങ്ങൾ പറയാം. അത് 3 കൂടി ചേർന്നാൽ 16 അക്ഷരമായി. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് പല രൂപത്തിലാണ്. അതിൽ ആദ്യത്തെ എല്ലാവരും ജപിക്കുന്ന രൂപം ആദ്യം പറയാം. ആ ഫോർമാറ്റ്: ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി. ഇങ്ങനെ ഓരോ നാമങ്ങളും പറഞ്ഞ് ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡ സംഭൂത, ദേവകാ, അങ്ങനെയാണ് മിക്കവാറും എല്ലാവരും ഇത് ജപിക്കുന്നത്. ഇതിനെ വേറൊരു രീതിയിൽ ജപിക്കാം. അതായത് കൂടുതൽ നമ്മളുടെ മനസ്സിൽ അത് ഇൻവോൾവ് ചെയ്തുകൊണ്ട്, നമ്മളതിൽ കൂടുതൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഓം ശ്രീമാത്രേ നമഃ, ഓം ശ്രീ മഹാരാജ്ഞൈ നമഃ, ഓം ശ്രീമത് സിംഹാസനേശ്വര്യൈ നമഃ. ഇതേ രീതിയിലായിരുന്നു നമ്മൾ. മൂന്നാമതൊന്ന്, ഇനിയും കുറച്ചുകൂടി ആകർഷണമായത്, നമുക്ക് കൂടുതൽ ദേവിയിൽ നിന്നും നല്ല അനുഗ്രഹം ലഭിക്കാൻ ഉള്ള ഒരു മന്ത്രം. ഓരോ നാമത്തിൻ്റെ കൂടെയും ശ്രീ ലളിതാംബികാ ദേവ്യൈ നമഃ എന്ന് ചേർത്തുകൊണ്ട് ഓം ശ്രീമാതാം ശ്രീലളിതാംബികാ ദേവ്യൈ നമഃ, ഓം ശ്രീ മഹാരാജ്ഞീ ശ്രീലളിതാംബികാ ദേവ്യൈ നമഃ, ഓം ശ്രീമത് സിംഹാസനേശ്വരീ ശ്രീലളിതാംബികാ ദേവ്യൈ നമഃ. നാലാമത്തെ മെത്തേഡ്, ഇതിൽ ബീജാക്ഷരങ്ങളെ ചേർത്തുകൊണ്ട് പറയുക. വളരെ ബലവത്തായ ഒരു മന്ത്രപദ്ധതിയാണിത്. അതും പറയാം. ഓം ശ്രീമാതാം ഹ്രീംഘാരീ, ഓം ശ്രീം ഹ്രീം ശ്രീലളിതാംബികാ ദേവ്യൈ നമഃ, ഓം ശ്രീ മഹാരാജ്ഞി ഹ്രീംഘാരീ, ഓം ശ്രീം ഹ്രീം ശ്രീലളിതാംബികാ ദേവ്യൈ നമഃ,
ഓം ശ്രീമത്സിംഹാസനേശ്വരി ഹ്രീങ്കാരി ഓം ശ്രീം ഹ്രീം ശ്രീലളിതാംബികാദേവ്യൈ നമഃ. ബീജാക്ഷരങ്ങൾ ചേർക്കുമ്പോൾ ആ നാമത്തിന് ദിവ്യശക്തി, കൂടുതൽ കൂടുതൽ ശക്തി, അത് ഇറ്റ് വിൽ ബിക്കം വെരി വെരി പവർഫുൾ മന്ത്ര. ഇതിൻ്റെ അർത്ഥം ചെറുതായിട്ട് പറയാം. ശ്രീമാത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ, പ്രപഞ്ചത്തെ മുഴുവൻ പ്രസവിച്ച മാതാവ്, സൃഷ്ടി ചെയ്ത മാതാവ് ശ്രീമാത. മഹാരാജ്ഞി, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മഹാരാജ്ഞിയാണ് ലളിതാ ത്രിപുരസുന്ദരി ദേവി. ശ്രീമത് സിംഹാസനേശ്വരി, സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ദേവി. ഇതിനെ വേറെ രീതിയിലും പറയുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ശ്രീമാത സൃഷ്ടി, മഹാരാജ്ഞി സ്ഥിതി, സസ്റ്റനൻസ്, അതായത് ഭരണം, പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നു. ശ്രീമത് സിംഹാസനേശ്വരി, അത് സംഹാരക്രിയയും നടക്കുന്നുണ്ട്, ദേവി നടത്തുന്നുണ്ട്. ആരിലൂടെ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരിലൂടെ. അപ്പോൾ രണ്ട് രീതിയിൽ അർത്ഥം പറയുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ചെയ്യുന്നത് ലളിതാ ത്രിപുരസുന്ദരി ദേവിയാണ്, ത്രിമൂർത്തികളിലൂടെ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ നാമങ്ങൾ എല്ലാവരും ഒരാഴ്ച കൊണ്ട് ഇത് മൂന്നും ഏത് രീതിയിൽ വേണമോ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന മാതിരി അതിനെ ഹൃദയസ്ഥമാക്കുക. പക്ഷേ ഈ ബീജാക്ഷരങ്ങൾ ചേർത്ത് പറയുന്ന മന്ത്രത്തിന് കൂടുതൽ ബലദാന ശേഷിയുണ്ട്. നമ്മളതിൽ ലയിച്ചു പോകും. ഇനി ഇതിൻ്റെ ധ്യാന ശ്ലോകം ഓരോ ഇതിൽ കൂടിയും ഓരോ ദിവസം ഒരു ലൈൻ മാത്രം പറയാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ധ്യാന ശ്ലോകം, ആദ്യത്തെ ധ്യാന ശ്ലോകത്തിൽ ഒരു വരി പറയാം. സിന്ധൂരാരുണ വിഗ്രഹാം തൃണജനാം. ഇനിയുണ്ട് അത്, ഇത് മാത്രം എന്ന് പറയാം. ഇത് മാണിക്യമൗലിസ്ഫുരം, താരാനായക ശേഖരാം, സ്മിതമുഖിയും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം, ഇത് ഹൃദയസ്ഥമാ ആർക്കെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈസിയാണ്. അപ്പോൾ സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം. ധ്യാനശ്ലോകം കഴിഞ്ഞിട്ടാണ് മെയിൻ മന്ത്രം പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ പഠിക്കാനുള്ള ഈ അവസരത്തിന് വേണ്ടി ഒരു ലൈൻ മാത്രം തരുന്നുണ്ട്. ഈ രീതിയിൽ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. ഇതിനെ വേറെ ആർക്കെങ്കിലും ലളിതാ സഹസ്രനാമം പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.